IPL-ലെ ക്ലാസിക് പോരാട്ടത്തിൽ മുംബൈക്കെതിരെ ചെന്നൈക്ക് തകർപ്പൻ ജയം. ചെപ്പോക്കിൽ മുംബൈ 8 വിക്കറ്റിന് തോൽപ്പിച്ചു. ഋതുരാജ് ഗെയ്ക്വാദിനും കാർത്തിക് ശർമ്മയ്ക്കും അർദ്ധ സെഞ്ചുറി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദുണ്ട്. ഖിലാഫ്, ചെന്നൈയുടെ സൂപ്പർ പോരാട്ടം എങ്ങനെയാണ്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കളിയിലെ പ്രസക്തമായ ഭാഗങ്ങൾ. ആനന്ദ്, ഈ ഒരു മത്സരം നമുക്കറിയാവുന്നതുപോലെ തന്നെ IPL-നെ സംബന്ധിച്ചിടത്തോളം ഏറെ ക്ലാസിക് പോരാട്ടം എന്ന രീതിയിൽ തന്നെ വിശേഷിപ്പിക്കുന്ന ചെന്നൈ മുംബൈ പോരാട്ടത്തിലാണ് മുംബൈയെ തകർത്തുകൊണ്ട് ഒരു പ്ലേ ഓഫ് സാധ്യത സജീവമാക്കിയിരിക്കുകയാണ് ചെന്നൈ. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ചെപ്പോക്കിൽ നടന്ന മത്സരത്തിലും അതേപോലെ തന്നെ വാങ്കഡയിൽ നേരത്തെ നടന്ന മത്സരത്തിലും ഈ സീസണിലെ രണ്ട് ക്ലാസിക് പോരാട്ടത്തിലും ചെന്നൈക്ക് വിജയിക്കാനായി എന്നതാണ്. കൂടാതെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് 160 റൺസിലേക്ക് ബാറ്റ് വീശിയ ചെന്നൈക്ക് ഋതുരാജ് ഗെയ്ക്വാദിൻ്റെയും അതേപോലെ തന്നെ കാർത്തിക് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറി മികവാണ് അനായാസ ജയം 11 പന്തുകൾ ശേഷിക്കെ മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചത്. ഒപ്പം തന്നെ മുംബൈയുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഏറെക്കുറെ അവസാനിപ്പിക്കാനും ചെന്നൈക്ക് സാധിച്ചു. ഒരു ക്ലാസിക് പോരാട്ടം, ചിറവൈരികളായ ടീമുകൾ, അതുകൊണ്ട് തന്നെ മുംബൈയുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഏറെക്കുറെ അവസാനിപ്പിക്കാനും ചെന്നൈക്ക് സാധിച്ചതിൽ ആരാധകരും വലിയ ആവേശത്തിലാണ്. വലിയൊരു ആവേശം തന്നെയായിരുന്നു ഈ ഒരു മത്സരത്തിൽ. നമുക്ക് നോക്കുകയാണെങ്കിൽ ചെന്നൈക്കും ഈ ഒരു മത്സരം നൽകുന്ന ഊർജ്ജം ചെറുതല്ല. പ്ലേ ഓഫിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ചെന്നൈ. മത്സരത്തിൽ ജയിച്ചതോടെ 8 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ 6ാം സ്ഥാനത്തേക്ക് ഉയരാനും ചെന്നൈക്ക് സാധിച്ചു. നമ്മൾ ഈ ഒരു മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ ഈ ഒരു മത്സരത്തിൽ 11 റൺസ് മാത്രം എടുത്തുകൊണ്ട് പുറത്തായെങ്കിലും പിന്നീട് എത്തിയ ഉർവിൽ പട്ടേലിനെ കൂട്ടുപിടിച്ച് ഋതുരാജ് ഗെയ്ക്വാദ് ഒരു സ്കോർ മെല്ലെ ചലിപ്പിച്ചു തുടങ്ങി. പിന്നീട് ഉർവിൽ പട്ടേൽ പോയതിന് പിന്നാലെ എത്തിയ കാർത്തിക് ശർമ്മയെ നിലനിർത്തി ഒപ്പം കൂട്ടി ഒരു മികച്ച ഒരു ഇന്നിങ്സ് തന്നെയാണ് ഋതുരാജ് ഗെയ്ക്വാദ് ക്യാപ്റ്റൻസ് നോക്ക് എന്ന രീതിയിൽ കളിച്ചത്. ഇതിൽ 48 പന്തിൽ നിന്ന് 67 റൺസുമായി താരം പുറത്താകാതെ നിന്നു. ഒപ്പം കാർത്തിക് ശർമ്മ 40 പന്തിൽ നിന്ന് 54 റൺസ് എടുക്കുകയും ചെയ്തു. കാർത്തിക് ശർമ്മയുടെ ഈ ഒരു IPL-ലെ തന്നെ ആദ്യ അർദ്ധ സെഞ്ചുറിയാണ് ഈ ഒരു മത്സരത്തിൽ നേടിയത്. ഒപ്പം തന്നെ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ അടക്കമുള്ള താരങ്ങളുടെ നിരാശാജനകമായ പ്രകടനമാണ് മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിൽ ഒരു തോൽവിയിലേക്ക് എത്തിച്ചത്. നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത മുംബൈക്ക് തുടക്കത്തിൽ തന്നെ ചെന്നൈ ബോളർമാരെ നേരിടുന്നതിൽ വലിയൊരു പ്രയാസമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അതിൽ നമൻതീറിന്റെ പ്രകടനം ഒഴിച്ചാൽ ബാക്കി താരങ്ങളൊക്കെ നിറം മങ്ങിയ പ്രകടനമാണ് മുംബൈക്കായി കാഴ്ചവെച്ചത്. അത് നമ്മൾ പറയുവാണെങ്കിൽ കടലാസിലെ വമ്പൻ പേരുകൾ ഗ്രീസിലെത്തിയപ്പോൾ ചീട്ട് കൊട്ടാരം പോലെ തകർന്ന ഒരു പ്രതീതിയാണ് നമ്മൾ കണ്ടത്. ഒപ്പം ഇതിൽ എടുത്തു പറയേണ്ടത് നൂർ അഹമ്മദിന്റെ ഒരു പ്രകടനം, ഒപ്പം അൻഷുൽ കംബോജിന്റെ പ്രകടനം. ഇരു താരങ്ങൾ 3-2 വിക്കറ്റുകൾ വീഴ്ത്തി ചെന്നൈക്ക് കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ പിഴുതു നൽകി. ഒപ്പം ഈ ഒരു മത്സരത്തിൽ ജയത്തോടെ തന്നെ ചെന്നൈ ഒരു പ്ലേ ഓഫ് സാധ്യത സജീവമാക്കിയിരിക്കുകയാണ്. ആനന്ദ്. ശരി.